നമസ്കാരം. 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 വരിക വരിക. വന്നോളൂ. തമ്പിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഓ. അത് അറിയിക്കാണ്ട് ഒരു സ്വസ്ഥതയും കിട്ടണില്ല. അതാ തിടുക്കത്തിൽ പുറപ്പെട്ടതേ. നമുക്ക് വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും കൊണ്ട് തിരിക്കാം. ഓ, അങ്ങോട്ട് ദാ, ഇരിക്ക്. കുടുംബക്ഷേത്രത്തിലെ ഉത്സവമൊക്കെ എത്രടായി? ഒന്നിനും ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. ആ, ഭംഗിയായി നടക്കുന്നു. നാളെ അവസാനിക്കുക. ഞാൻ കൊടുത്തുവിട്ട ചാർട്ട് പ്രകാരമുള്ള ക്രിയകളൊക്കെ അത് നടക്കുന്നുണ്ട്. ഭാഗ്യായി. ഓ. തമ്പിയുടെ മോളുകൂട്ടുടെ കാര്യം പ്രശ്നമടിക്കാൻ വിശദമായിട്ടൊന്ന് നോക്കുണ്ടായി. കുട്ടിക്ക് ഇപ്പൊ ദശാസന്ധ്യ. ലേശം മനപ്രയാസൊക്കെ ഉണ്ടാവും. പക്ഷേ അഷ്ടമംഗലത്തിന് തറവാട്ടിന്റെ കാര്യം നോക്കിയപ്പോ അകാലമൃത്യു വരെ ഉണ്ടാവാം എന്നൊരവസ്ഥയാ. അത്ഭുതം അവിടെയല്ല, അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കണു. തമ്പി പരിഭ്രമിക്കണ്ട. ചിലപ്പോ ദൈവാധീനം കൊണ്ട് ഒക്കെ ഒഴിഞ്ഞു പോകാനും മതി. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ആരത്? ആ, കഷ്ടായി. എവിടെ വെച്ചാണെന്ന് മറന്നിരിക്കണോ? എത്ര ആയിട്ടും അങ്ങോട്ട് കിട്ടണില്ല. തിരുമേനി മറന്നു, നമ്മൾ തമ്മിൽ അമേരിക്കയിൽ. ഹൈ, സണ്ണി. അമ്പട കേമാ, സണ്ണി കുട്ട. നീ എന്നെ പറ്റിച്ചു വിട്ടോ. ഹൈ, എന്താ കഥ? എന്നെ നോ മറക്ക്. ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നേവി നിരീക്ഷില്ല. ആശ്ചര്യം എന്ന് പറഞ്ഞാ മതി. പണ്ടൻ ഇവൻ ഇവിടെ ഉള്ളപ്പോ തമ്പിയുടെ മോളുടെ പ്രശ്നവും പറഞ്ഞ് എന്നെ വന്ന് കാണണമായിരുന്നോ? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ. തനി രാവണൻ. 10 തലയാ ഇവന്. പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ ബ്രാഡ്ലി ഇവന്റെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം പണ്ട് പാരാസൈക്കോളജിയിൽ ഒരു പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടി എന്നെ അമേരിക്കയിലേക്ക് ക്ഷണിക്കണ്ടായി, ഡൽഹി വെച്ച്. അന്ന് ബ്രാഡ്ലിയുടെ ജൂനിയർ ആയിരുന്നു ഇവൻ. അറിയോ, ആധുനിക മനഃശാസ്ത്രത്തിൽ ലോകപ്രസിദ്ധമായ 2 പ്രബന്ധങ്ങൾ ഇവന്റെയാ. ഈ നിൽക്കുന്ന രാവണന്റെ. തിരുമേനി, എബ്യൻ. എനിക്ക് തിരുമേനിയോട് സ്വകാര്യമായിട്ട് അല്പം സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, ഓ. 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. അപ്പൊ ഈ കുട്ടിയുടെ ഭർത്താവ് ഇപ്പോഴും കുട്ടിയുടെ കൂടെ തന്നെ കഴിയണു. ഇത്ര അടുത്ത കൂട്ടുകാരനായ സ്ഥിതിക്ക് തനിക്ക് അയാളോട് പറഞ്ഞുകൂടെ ഭാര്യയെ വിട്ട് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാൻ? ഗംഗാ സ്വബോധത്തോടെ ഇനി കൂടിയാൽ 20 മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കൂ. അത്രയും സമയം കൂടി അവരൊരുമിച്ച് കഴിഞ്ഞോട്ടെ. സണ്ണി, താൻ എന്താ ഉദ്ദേശിക്കണേ? ആ പയ്യനോട് കാര്യം തുറന്നു പറഞ്ഞേക്കൂ. അയാളെങ്കിലും രക്ഷപ്പെടട്ടെ. എനിക്കിനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ്. ഇതിന് പരിഹാരം ഇല്ല. ഇറ്റ്സ് ഇൻക്യൂറബിൾ. മനുഷ്യ മനസ്സിനെ തിരുമേനിയോളം അടുത്തറിഞ്ഞിട്ടുള്ളവരില്ല ഞാൻ എന്റെ ഗുരുക്കന്മാരെ കാണുന്നത്. പക്ഷേ എനിക്കിവിടെ നിങ്ങളെയൊക്കെ നിഷേധിച്ചേ പറ്റൂ. ഞാൻ പഠിച്ചതിനെ മുഴുവൻ എനിക്ക് നിഷേധിച്ചേ പറ്റൂ. ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും. ഒരു ഭ്രാന്തനെ പോലെ. എന്റെ നകുലിന് വേണ്ടി, അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി. ഐ എം ഗോയിങ് ടു ബ്രേക്ക് ഓൾ കൺവെൻഷണൽ കോൺസെപ്റ്റ്സ് ഓഫ് സൈക്കാട്രി. കൊള്ളാം മോൻ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടും. എനിക്ക് പരിപൂർണ വിശ്വാസമായി. പക്ഷെ എന്താ മാർഗം? ഗംഗയെ ചികിത്സിക്കാൻ പല മാർഗങ്ങളും. പക്ഷെ അവയെല്ലാം ചെന്നെത്തുന്നത് പതിവ് സ്ഥലത്ത് തന്നെയാണ്. അതിന് ഞാൻ വേണമെന്നില്ല. ബാല്യത്തിൽ ലക്ഷ്യകഥകൾ കേട്ട് മന്ത്രവാദ കളങ്ങൾ കണ്ടു വളർന്നു വന്നതാണ് ഗംഗയുടെ മനസ്സ്. അവിടെ തൂകിപ്പോയ കടും ചായങ്ങൾ ഒപ്പിയെടുക്കാൻ തിരുമേനിയുടെ ഉപകരണങ്ങൾ എനിക്ക് വേണം. പിന്നെ തിരുമേനി എനിക്ക് വേണ്ടി ഒരുക്കി തരുന്ന മന്ത്രവാദത്തിന്റെ ഒരു അന്തരീക്ഷം. താൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. ഞാൻ പുറകിലുണ്ട്. വളരെ അപകടം പിടിച്ചൊരു ഘട്ടത്തിൽ നിന്നാണ് എനിക്ക് തുടങ്ങുന്നത്. ഇന്ന് രാത്രിക്ക് മുമ്പ് ഗംഗ മനസ്സിലാക്കണം താനൊരു രോഗിയാണെന്ന്. ഞാനിപ്പോ ഗംഗയെ അതറിയിക്കാൻ പോവുകയാണ്. തിരുമേനി ഭയന്നു, എനിക്കറിയാം. അതറിയുന്ന നിമിഷം ഗംഗ അതിജീവിക്കില്ല. പക്ഷേ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സ്വന്തം ഭർത്താവിൽ നിന്ന് തന്നെ ഗംഗ അറിയണം താനൊരു രോഗിയാണ്. ആ നിമിഷത്തെ ഗംഗ അതിജീവിച്ച പ്രതീക്ഷയുടെ ഒരു നേർത്ത വഴി എനിക്ക് തുറന്നു കിട്ടും. ആ വഴിയിലൂടെ എനിക്ക് പോകാം. തിരുമേനി പ്രാർത്ഥിക്കണം, എന്നെ അനുഗ്രഹിക്കണം. ഗംഗ അല്ലിക്ക് ആഭരണം വാങ്ങാനായി പോകാനും നീ അവിടെ ചെന്നിട്ട് ഗംഗയോട് പോകരുത് എന്ന് പറയും. ഞാൻ ഇന്ന് വരെ അവളോട് അരുത് എന്ന് പറഞ്ഞിട്ടില്ല സണ്ണി. ഇന്ന് പറയണം. ഒരു ദാക്ഷിണ്യവുമില്ലാതെ പറയണം പോകരുതെന്ന്. എത്ര കേണപേക്ഷിച്ചാലും നീ സമ്മതിക്കും. പെട്ടെന്ന് എന്തെങ്കിലും അസാധാരണമായ ഒരു ഭാവവ്യത്യാസം ഗംഗയിൽ കണ്ടാൽ നീ പതറരുത്. ഗംഗയോടുള്ള എല്ലാ സ്നേഹവും എടുത്ത് നീ നിന്റെ ഗംഗയെ തിരിച്ചു വിളിക്കണം. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അത് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ. പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ? അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. விடமாட்டே விடமாட்டே. அப்ப நீ என்ன இங்க இருந்து எங்கேயும் போக விட மாட்டே. ஐயோ நாயே, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? இன்னைக்கு துர்காஷ்டமி. உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். ഗംഗ!